പ്രിയപ്പെട്ട വിനോദ പ്രേക്ഷകർക്ക് വിനോദ സിനിമാ കൊട്ടകയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ആക്ഷൻ സിനിമാ പ്രേമികൾ എന്നുള്ള ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ആക്ഷൻ സിനിമകളെ ഇഷ്ടപ്പെടുന്നതും ആക്ഷൻ താരങ്ങളെ ആരാധിക്കുന്നവരുമായ ഒരു വലിയ കൂട്ടം. ജാക്കി ചാനും ബ്രൂസ്ലിയും തുടങ്ങി റാംബോയും അർണോൾഡും ഇന്ന് ജാസൻ വരെ നീളുന്ന ഒരു വലിയ ആക്ഷൻ നിരയുള്ള ഇൻഡസ്ട്രിയിൽ ആക്ഷൻ സിനിമകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് സിനിമകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആക്ഷന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്തോനേഷ്യ. അങ്ങനെ 2011 ഇന്തോനേഷ്യയിൽ ഇറങ്ങിയ ദ റൈഡ് റിഡംഷൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2011 സംവിധായകനായ ഗ്യാരത്ത് ഇവാൻസ് നായകൻ ഇക്കോ ഉവൈസിനെ നായകനാക്കിക്കൊണ്ട് ഇറങ്ങിയ ഒരു മികച്ച ആക്ഷൻ ചിത്രമാണ് ദ റൈഡ് റിഡംഷൻ. ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യ അവസാനം ഇത് റെയ്ഡിൻ്റെ കഥയാണ്. ഒരു ബഹുനില കെട്ടിടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനക്കാരെ, അതിൻ്റെ ഏറ്റവും വലിയ തലവനെ പിടിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്ന കുറേ പോലീസുകാരുടെ കഥയാണ് ദ റെയ്ഡ് റിഡംഷൻ. ചിത്രം ആരംഭിക്കുമ്പോൾ നായകൻ ഒരു പുതിയ ദൗത്യത്തിനായി തനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു പുതിയ ടീമിൻ്റെ കൂട്ടത്തിൽ ചേരുകയാണ്. ഒരു ബഹുനില കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വിതരണ സംഘത്തെ പിടിക്കുക എന്നാണ് അവരുടെ ദൗത്യം. ഈ ടീമിലുള്ള ആർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല പോലീസുകാർക്ക്. അങ്ങനെ അവർ റെയ്ഡിനായി ആ ബഹുനില കെട്ടിടത്തിൽ കയറുന്നതും അതിനുശേഷം അവർ അനുഭവിക്കുന്നതായ കാര്യങ്ങളാണ് ചിത്രം സംസാരിക്കുന്നത്. ആ ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ നിറയെ താമസക്കാരായുള്ളത് ആ മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ മുഴുവൻ ആളുകളും മയക്കുമരുന്നിന് അടിമകളായ കൊടും ക്രൂരരായ ക്രിമിനലുകൾ മാത്രമുള്ള ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് കുറച്ചധികം പോലീസുകാർ കയറി ചെല്ലുകയാണ്. പക്ഷേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇതിന് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല. ഗവൺമെൻറ് നിർദ്ദേശിച്ച ഒരു റെയ്ഡല്ല ഇത്. കാരണം പോലീസിലെ ഉന്നതരായ ചിലർ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് പേര് ലഭിക്കാൻ വേണ്ടി അവർ തന്നെ നിശ്ചയിച്ച ഒരു റെയ്ഡാണിത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുക എന്നുള്ളത് പോലീസ് സേനയിലെ അംഗങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് തൻ്റെ ജീവൻ രക്ഷിക്കാനായി നായകൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ഇന്തോനേഷ്യൻ ചിത്രം കാഴ്ചവെക്കുന്നത്. കത്തി, കൊടുവാള് തുടങ്ങി കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും വെച്ചുള്ള ഗംഭീര ഫൈറ്റുകളാണ് ചിത്രം നിറയെ. നായകൻ മാത്രമല്ല, പ്രതിനായകന്മാരായിട്ടുള്ള ആളുകൾ വരെ കാഴ്ചവെക്കുന്നത് ഗംഭീര ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സിനിമകളിലൊന്നും കാണാത്തത്. ഇന്തോനേഷ്യൻ സിനിമകളുടെ പ്രത്യേകത തന്നെ കരാട്ടെ പോലെയുള്ള സംഭവങ്ങളെ അതിഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് സ്ക്രീനിലെത്തിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ അത് ചോര കൊണ്ട് ആറാടുകയാണ്. ആക്ഷൻ പ്രേമികൾ ഒരിക്കലും മിസ്സാക്കാതെ തരത്ത ഒരു സിനിമയാണ് ദ റൈഡ് റിഡംഷൻ. ഇതിൻ്റെ രണ്ടാം ഭാഗം പിന്നീട് 2014 ഇറങ്ങുകയുണ്ടായി. മൂന്നാം ഭാഗം പ്ലാൻ ചെയ്തെങ്കിലും അത് പിന്നീട് നടന്നില്ല. പക്ഷേ 1, 2 പാർട്ട് വളരെ ഗംഭീരമായ വിജയം നേടുകയും എല്ലാ രാജ്യങ്ങളിലും മൊഴിമാറ്റം ചെയ്ത് ആ ചിത്രം പ്രദർശനത്തിനെത്തുകയും ചെയ്തു. ആ ചിത്രമാണ് നിങ്ങളോട് ഞാനിന്ന് പരിചയപ്പെടുന്നത്, ദ റൈഡ് റിഡംഷൻ. കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു ചിത്രവുമായി വരുന്നത് വരെ ഐ എം സൈനിങ് ഔട്ട്, റിജോഷ്.